ഒരു വലിയൊരു ഗോൾഡ് സ്മഗ്ലർ ആക്കി മാറ്റിയില്ലേ. ഇതിനേക്കാളും ഇനി ഒരു സ്ത്രീക്ക് എന്ത് നഷ്ടം ഉണ്ടാവാൻ. പിണറായി വിജയൻ ഭരണം അവസാനിച്ചതുകൊണ്ടാണോ തിരിച്ച് കേരളത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചത്? 100% അത് തന്നെ. ഇനിയിപ്പോൾ സേഫ് ആയിട്ട് നമുക്ക് കഴിയാമല്ലോ. If everyone turned out to become Pinarayi Vijayan, I'm sure he wouldn't make so much money. ഇത് മലയാളത്തിൽ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇംഗ്ലീഷ് വലിയ ഗ്രാഹ്യമില്ല. സ്വപ്ന, ഈ ബിരിയാണി ചെമ്പ് അത് ആക്ച്വലി എന്താണ് സംഭവിച്ചത്? വെഞ്ചൻസ് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു ക്യാരക്ടറാണല്ലോ ഈ മിസ്റ്റർ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും വെറുതെ എന്തെങ്കിലും പറയുമോ? എങ്കിൽ വെറുതെ വിടൂ. ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു? ശിവശങ്കർ സാറിന് അറിയായിരുന്നു. സഹസ്രകോടികളുണ്ടാവോ? പ്രോബബ്ലി 1500, 1600 ഒക്കെ ഉണ്ടാവാം. ഞാനാണ് സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അല്ല, എന്റെ പേര് പറയാൻ നിർബന്ധിച്ചു. താങ്കളുടെ ഫോട്ടോ കാണിച്ചെന്നെ അതിൽ അക്നോളജ് ചെയ്യിപ്പിച്ചു. പിണറായി ഈ പണത്തെ കുറിച്ചല്ലാതെ തമാശയൊക്കെ പറയാറുണ്ടോ? ഈ ജോക്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, കാണാനൊക്കെ നല്ലതാട്ടോ, പക്ഷെ ഇച്ചിരി വണ്ണം കൂടുതലാണ്. അങ്ങനെയൊക്കെ തമാശ അടിക്കുമല്ലോ. ഇൻഡിവിജ്വൽ ബ്രെയിൻ അല്ല, അതിന് മാത്രമുള്ള ബുദ്ധിയില്ല. ഈ എഴുതി കൊടുക്കുന്ന നോട്ട് പോലും നേരെ വായിക്കാൻ അറിയില്ല. ഈ CMRL മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതുവരെ പുറത്തു വരാത്ത പലതും ഇല്ലേ? പലതും ഇത് പിടിക്കപ്പെട്ട ഇതിനേക്കാളും വലിയ വലിയ സംഭവങ്ങൾ പുറത്തു വരും വിത്ത് എവിഡൻസ്. നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് വീണ്ടും ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ മുന്നിൽ എത്തുകയാണ്. സ്വപ്നയ്ക്ക് ചിലതൊക്കെ പറയാനുണ്ട്, നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. മറുപടിയിലേക്ക് സ്വാഗതം. ബാക്ക് ടു കേരള അല്ലേ? വീണ്ടും അതെ. ഓക്കെ. പിണറായി വിജയൻ ഭരണം അവസാനിച്ചതുകൊണ്ടാണോ തിരിച്ച് കേരളത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചത്? 100% അത് തന്നെ. ഇനിയിപ്പോൾ സേഫ് ആയിട്ട് നമുക്ക് കഴിയാമല്ലോ. മറ്റത് ദേ വർ നോട്ട് അലവിങ് മീ. എനിക്ക് ഇവിടെ താമസിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ലൈഫ് ത്രെറ്റ് ഉണ്ട്. പിന്നെ തൊണ്ണനും പിടിക്കണേനും കേസ് കുറേ പോലീസുകാർ വരും, ഫോൺ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇനിയിപ്പോൾ അതൊന്നും ഭയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ തോട്ട് ഓക്കെ, മകൻ്റെ ഫ്യൂച്ചറും കുറച്ചും കൂടി നല്ലത് എഡ്യൂക്കേഷൻ ഇൻ കേരള എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു സേഫായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് തിരിച്ചു വന്നത്. എത്ര കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പോലീസ്? നിയർലി 5-6 കേസസ്. ഗൂഢാലോചന, ഡെഫമേഷൻ, കലാപശ്രമം, അങ്ങനെ സോ മെനി. കണ്ണൂർ മുതൽ ഉണ്ടായിരുന്നു അല്ലേ? NIA. അത് NIA ആണല്ലേ? കേരള പോലീസ് UAP ചുമത്തിയിട്ടില്ല. ഓക്കെ. കലാപശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ കാപ്പയിൽ പെടുത്താത്ത ഭാഗ്യം. ഓരോ പത്രസമ്മേളനം കഴിയുമ്പോൾ ഞാൻ എന്തോ കലാപം ശ്രമം അങ്ങനെ എന്തൊക്കെയോ, അങ്ങനെ ഒരു 7 മെമ്പേഴ്സ് അടങ്ങുന്ന ടീം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വന്നു. ഐ ഡോണ്ട് നോ വാട്ട്. അല്ല, പിണറായി വിജയനെ വിമർശിച്ച് പല പരാമർശങ്ങളും സ്വപ്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചില്ല. അതിൻ്റെ അർത്ഥം ഈ സ്വപ്ന പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എന്ന് തന്നെയല്ലേ? അംഗീകരിച്ചത് കൊണ്ടായിരിക്കുമല്ലോ വക്കീൽ നോട്ടീസ് അയക്കാത്തത്. 100%. അങ്ങനെ ഒരു സ്റ്റുപ്പിഡ് സ്റ്റെപ്പ് അവരെടുത്തിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൈവശമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കത്തില്ലേ? ഒരാൾ ചുമ്മാ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, അതും ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും വെറുതെ എന്തെങ്കിലും പറയുമോ? ഹൂ ഹാസ് ദ ഗട്ട്സ്, എസ്പെഷ്യലി ബീങ് എ ലേഡി? ആൻഡ് who am I talking about? If it is any other minister also, it's okay. Somebody who is very poisonous and very revenge അല്ലെങ്കിൽ വെഞ്ചൻസ് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു ക്യാരക്ടറാണല്ലോ ഈ മിസ്റ്റർ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും വെറുതെ എന്തെങ്കിലും പറയുമോ? എങ്കിൽ വെറുതെ വിടൂ. ദാറ്റ് ഈസ് വൈ they felt rather than a വക്കീൽ നോട്ടീസ്, സരിത്തിനെ കിഡ്നാപ്പ് ചെയ്യുക, നമ്മളെ ടോർച്ചർ ചെയ്യുക, ഓരോയിടത്തും കേസ് എടുപ്പിക്കുക. അപ്പോൾ അവർ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. ഓൾ ദ ടോർച്ചർ, ഡ്യൂ ടോർച്ചർ എനിക്ക് തരുന്നുണ്ട്. നോബഡി ക്യാൻ സേ സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അബൌട്ട് എനി വൺ, റൈറ്റ്? ഒരു ഗ്രൗണ്ട്സ് ഇല്ലാതെ, ഒരു ബേസ് ഇല്ലാതെ ആരെങ്കിലും സംസാരിക്കുമോ? അല്ല, അത്രയും വിശ്വാസം ഉണ്ടായിരുന്നോ അദ്ദേഹത്തിൽ? 100%. ബിക്കോസ്
when I was closely working with them, I never felt that ഈ ദ്രോഹമൊന്നും അവരെന്നെ എന്നെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നല്ലോ. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി കംപ്ലീറ്റ്ലി ഫേക്കായ ഒരു പേഴ്സണാലിറ്റി. ആ എൻറ്റയർ സിൻഡിക്കേറ്റ് ഇസ് ഫേക്ക്, സെൽഫിഷ്, സ്വന്തം കാര്യം അത്രമാത്രം ചിന്ത ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു എഷ്വറൻസ് ശിവശങ്കറിൽ നിന്നാണോ കിട്ടിയത് അല്ലെങ്കിൽ പിണറായിയിൽ നിന്ന് തന്നെ കിട്ടിയത്? രണ്ടുപേരിൽ നിന്നും. രണ്ടുപേരും ശിവശങ്കർ സർ ഓൺ അനദർ track he was actually giving me all the assurance, but CM doesn't have to do all that. I used to have direct communication with him. എനിക്ക് അങ്ങനെ അതുകൊണ്ട് പുള്ളിയെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ആ അഷ്യൂറൻസ് അദ്ദേഹം ഡയറക്റ്റ് തന്നെയാണ് തന്നത്. പിന്നെയാണ് ലാസ്റ്റ് സിറ്റുവേഷനിൽ എന്നെ നാട് കടത്താൻ പോകുന്നു, അവരൊരു ഫോൺ കൊണ്ട് തരുന്നു, എൻ്റെ അടുത്ത് അവർ പറയുന്ന ഡയലോഗ്സ് അതേപോലെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു, വിച്ച് ഇസ് ഫേവറിങ് ദി എക്സ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അപ്പോഴും ഐ തോട്ട് നോ ഓക്കെ ദിസ് മസ്റ്റ് ബി പൊളിറ്റിക്സ്, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്, ബിക്കോസ് ഞാനിവിടെ ഉള്ളതല്ലല്ലോ. അന്ന് ഇത്രയും മലയാളം ഞാൻ സംസാരിക്കത്തുമില്ല. അപ്പം ഇവർ പറയുന്നത് പോലെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഫോൺ കൊണ്ടുപോയതിന് ശേഷം പിന്നെ എന്നെ എന്തുവാ അബ്സ്കോണ്ടിങ് ആക്കാനുള്ള ഇതായിരുന്നു. എൻ്റെ മക്കളെയൊക്കെ എന്നിൽ നിന്നും മാറ്റിയിട്ട് ഒരു ഫോളോ ദിയർ ഇൻസ്ട്രക്ഷൻസ്. ആൻഡ് ഐ എം ഷുവർ if I had not opened up to the customs that I am trapped in a hotel, I think I would have no longer alive in this world, because ഇവരെന്നെ എന്തായാലും തീർക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അതെ അതെ, കറക്റ്റ് ആയിരുന്നു അത്. ഒരുപാട് കാരണം NIA അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അല്ലേ അതെ ഒരു ട്രാപ്പിലേക്ക് NIA കസ്റ്റംസ് ഓർ ED എനിബഡി ആരെങ്കിലും അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ. അല്ല, ബാംഗ്ലൂരിൽ NIA ആണല്ലോ ആദ്യം വരുന്നത്. അതെ അതെ, ബാംഗ്ലൂരിൽ NIA ആണ് ആദ്യം വന്നത്. NIAയുടെ കയ്യിൽ അല്ല, ഏത് ഏജൻസി ആണെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് I am alive. അതല്ല ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ either I'll be termed as a smuggler who is absconding forever, or I committed suicide എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വാർത്തയാക്കിയേനെ. അല്ല, ഈ ജയിലിലുള്ള സമയത്തും സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിരുന്നില്ലേ? സ്വാധീനിക്കാനുള്ള ശ്രമം മാത്രമല്ല അല്ലേ, ഡാമേജ് ഉണ്ടാക്കാനുള്ള ശ്രമം. ഡാമേജ് ഉണ്ടാക്കാൻ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴത്തേക്കും they refused to take me to the hospital. എന്നിട്ടും my condition started deteriorating, and then they took me to the hospital and the police is telling admit ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർ saying she has got a cardiac arrest, she has to have medication. അത് വേണ്ട വേണ്ട വേണ്ട, തിരിച്ച് നമ്മൾ കൊണ്ടുപോയിക്കോളാം, ഡോക്ടർ ഒന്നുമില്ല എന്ന് എഴുതി തന്നാൽ മതി. അത് പറയുന്നത് അന്ന് ജയിലിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ കൊണ്ടുപോകണേ. ജയിലിലെ അതോറിറ്റീസ് എന്നെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ ഉച്ചയ്ക്ക് വന്ന പെയിനാണ്. സന്ധ്യ കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ വിട്ടപ്പോൾ അത്രയും അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോട്ടെ എന്നുള്ള ഇതായിരുന്നു. ഇറ്റ് വാസ് പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നോ അതോ എങ്ങനെ ക്ലിഫ് ഹൗസിൽ പോകാറുണ്ടായിരുന്നു? ഞാൻ ക്ലിഫ് ഹൗസിലും പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വഴിയാണ് എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് എവറിത്തിങ്. എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. ഐ മീൻ ഏതാ ഷാർജ ഷേക്ക് എന്തോ വരുന്ന സമയത്ത് അവിടെ സംസാരം വരെ ആയി, ബിക്കോസ് ഈ പന്തൽ കിട്ടി എവരിബഡി വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് അറൈവൽ. അപ്പോൾ there's a protocol, it seems, that we are not supposed to go to the chief minister and talk directly. But I don't have that protocol because I have full access to him. So I think another protocol officer was Hari Krishnan and this Biswas Sinha, right? Vishwanath Sinha. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. പുള്ളിക്കാരൻ came to me and said, ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ ചെവി ചെന്ന് എന്തോ അന്നേരത്തെ ആവശ്യ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ he came and told me, how can you just go and talk to him like this? I said, so what? So then അന്നത്തെ CM said, she can talk to me, no problem.
അത് അവിടെ ടോക്കായിരുന്നു, അവിടെ സംസാരമായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ പ്രോട്ടോക്കോളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ലല്ലോ, എനിക്ക് അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു. വീട്ടിൽ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. ഐ തിങ്ക് യു വെയർ വൺ എമംഗ് ദി ഫാമിലി മെമ്പേഴ്സ് അല്ലേ? അതുപോലെ Now I will not be in a position to say that because if they considered me as a family member, then they wouldn't have done all this to me, right? അന്ന് എനിക്ക് ആ തെറ്റിദ്ധാരണ ആയിരുന്നു കാണാം, that I am treated as one, but it turned out to be vice versa. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അല്ലേ? സെൽഫിഷ് മോട്ടീവ്. 100%. ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നോ? പിന്നെ അറിയാമായിരുന്നു, ശിവശങ്കർ സാറിന് അറിയായിരുന്നു. Because there are some transactions that is happening, right? It cannot be done without his knowledge. I mean, even the currency transfers, physical dollar കൈമാറ്റം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിപ്ലോമാറ്റിക് പാക്കേജിൽ തിരിച്ച് ഡോളേഴ്സ് കൊണ്ടുപോകുന്ന, അവരുടെ പാക്കേജ് കൊണ്ടുപോകുന്ന, ഇതൊന്നും അറിയാതെ എങ്ങനെ പറ്റും? അറിയാതെ ചെയ്യാനായിട്ട് അങ്ങനെ വരില്ലല്ലോ. അതായത് നേരത്തെ നടന്നതെല്ലാം അറിയാം. അപ്പോൾ ഇത് വൺസ് ഇതിൻ്റെ എല്ലാ തലങ്ങളും അറിഞ്ഞപ്പോൾ അതിനെ എൻകറേജ് ചെയ്യായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് എ ഗിവ് ആൻഡ് ടേക്ക്, ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ്. കുറേ ഫെസിലിറ്റീസ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു, ഇവർ കുറേ ഫെസിലിറ്റീസ് നമുക്ക് തരുന്നു. അങ്ങനെ ബാർട്ടർ സിസ്റ്റം പോലെയാണല്ലോ. വാട്ട് എവർ ദേ വാണ്ട്, they will tell us and we will do it for them. We means the consul general and the consulate. Whatever the consulate needs, be it protocol ആയാലും അല്ലെങ്കിൽ സെക്യൂരിറ്റി, മറ്റ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും that will be given by the government of Kerala. So it was more or less ഒരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അതിന് ശേഷം അതൊരു സെന്റിമെന്റൽ ഇമോഷണൽ ബന്ധമായി മാറി. So you can say all of us were like family members. അപ്പോൾ അതിനൊരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കൂടി കിട്ടി. അതെ അതെ. ഇതെല്ലാം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ തന്നെയായിരുന്നു എല്ലാം. അതായത് അവിടുന്ന് ഇങ്ങോട്ട് ഗോൾഡ് വരുന്നതും ഇവിടുന്ന് തിരിച്ച് ഡോളർ അങ്ങോട്ട് പോയിരുന്നതും ഡിപ്ലോമാറ്റിക് ഇതിലാണ് പോകുന്നത്, ബാഗേജിലാണ്. ബിക്കോസ് അവിടെ ഡോളർ കൊണ്ടിറക്കാൻ അല്ലെങ്കിൽ ക്യാഷ് കൊണ്ടുപോകാൻ there is no limitation. And they are diplomats there. So there is no checking for them. There is nothing like ഒരു എന്തോ പറയുക, എത്ര ക്യാഷ് വേണമെങ്കിലും കൊണ്ടുപോവാം. ഇവിടുന്ന് ഇവരുടെ സഹായം ഉണ്ടല്ലോ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത് പിണറായിയുടെ പണമായിരുന്നോ, പിണറായിയുടെ കുടുംബത്തിൻ്റെ പണമായിരുന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിനിസ്റ്റേഴ്സിൻ്റെ പണമായിരുന്നോ? Pinarayi Vijayan's money, of course. Then Sri Ramakrishnan handed over a bag full of cash to the PRO then. അങ്ങനെ ഇവർ രണ്ടുപേരുടേതും എനിക്കറിയാം. ഐ കനോട്ട് ബിലീവ്. ഒരു തവണ എന്തോ അല്ല ബാഗ് വെച്ച് മറന്നു, ആ സമയത്തും നിങ്ങളുടെ സ്കാനറിലൂടെ അത് കടത്തി വിട്ടപ്പോൾ ഡോളേഴ്സ് ആയിരുന്നു മനസ്സിലായി. അത് the PRO then സ്കാനറിലിട്ടിപ്പോൾ കണ്ടു ഇത് സ്പൈസസ് മാത്രമല്ല, there are some physical cash in it. അപ്പോൾ he has to report to me. He reported to me, I reported to the consul general. He said no, it's okay, close your eyes, no issues. So that means there is already an understanding between them. പിണറായി വിജയൻ അവിടെ എത്തിയതിന് ശേഷമാണ് ബാഗ് ഇവിടെ നിന്ന് പോണത്. അതിനായിട്ട് നമ്മളൊരു ഡിപ്ലോമാറ്റിനെ കയറ്റി വിട്ടു ക്യാഷുമായിട്ട് പോകാൻ. അല്ല, ഈ പണമൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? മീൻസ് ഇത്രയും ഡോളറുകൾ കടത്താൻ മാത്രം എന്താണ് ഏത് സോഴ്സിലൂടെയാണ് പണം വന്നത്? സോഴ്സ് generally, if I am telling you, I don't know who's coming and giving the cash because I am not staying in Cliff House. But ഏതൊരു പദ്ധതിയും ഇവർ മോണിറ്റൈസ് ചെയ്യും. Be it anything. അവരുടെ കയ്യിൽ വരുന്ന സാധനം, whatever project it is, that will be monetized. You name it, even if it is a flower, that also will be monetized. അപ്പോൾ ഇവർക്ക് upfront ഒരു പെർസെൻറ്റേജ് ഇവർ ഫിക്സ് ചെയ്ത് പറയും. അത് നമ്മൾ ആദ്യമേ അങ്ങ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ഗോ സ്മൂത്ത്.
അതിന് ചിലപ്പോൾ ടെൻഡർ വിളിക്കില്ല, അല്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PWCയിൽ എന്നെ ജോലിക്ക് കയറ്റി, they said they paid me 3.15 lakhs or something per month. But then I was getting only 1,07,000. Balance amount is going to PWC is paying to someone else. And I was working for a paper company, not direct staff of PWC, which is similar like Exalogic. അത് എവിടെയോ വേറെ ഏതോ സ്ഥലത്താണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഇല്ല. എന്നിട്ട് ഇവരെന്താണ് ചെയ്തത്, ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ സ്മഗ്ലിങ്ങിൻ്റെ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് തന്നെ അവരെന്നെ ടെർമിനേറ്റ് ചെയ്തു. വൈ? ആൻഡ് they went and filed a case against me that I gave a forged certificate and took a job over there. എന്നെക്കാളും പഠിത്തമുള്ള നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലി കിട്ടുന്നില്ല, എനിക്കെങ്ങനെ ഇത് കിട്ടി? അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ സിസ്റ്റം ഇല്ലേ? Because I went under I had the influence of CM. He appointed me. Shiv Shankar sir appointed me. I have all the evidence. Shiv Shankar sir telling me that CM has said go ahead. Why should I forge a certificate? ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോയില്ല. Because they know me, my caliber and my capability, because I was working as a secretary to the consulate and that too controlling 5 states. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പോയില്ല. പക്ഷേ ഇവർ ഉടനെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് പറഞ്ഞു, ആ MD ജയശങ്കർ of KSITIL that I showed him a wrong certificate, a forged certificate and cheating ആണെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മളെ നാട്ടിലല്ലേ നടക്കൂ. അല്ല, ഈ കോൺസുലേറ്റ് ഇറങ്ങാനുള്ള കാരണം എന്താ? കോൺസുലേറ്റിലെ ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം ഇവിടെ നിന്ന് നല്ലൊരു ഓഫർ കിട്ടിയതുകൊണ്ടാണോ? ഇവിടെ നിന്ന് നല്ല ശിവശങ്കർ സർ ടോൾ മീ തുടർന്നുള്ള ആക്ടിവിറ്റീസിലൊക്കെ കൂടെ. അതെ അതെ. അപ്പം ഇത് സ്പേസ് പാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം ചുമ്മാ നമ്മൾ അവിടെ പേരിന് വേണ്ടി ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അവർ പറയുന്ന ജോലികളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. സോ ഐ വാസ് ലിറ്ററലി പെയ്ഡ് ഫോർ നത്തിങ്. ആൻഡ് ഹീ സെഡ് യു സ്റ്റേ വിത്ത് മീ ആൻഡ് വർക്ക് വിത്ത് മീ, ബിക്കോസ് വിശ്വസ്തരാണല്ലോ ആവശ്യം. അങ്ങനെയാണ് എനിക്ക് ഈ ഓഫർ തന്നതും എന്നെ ഇവിടെ ജോലിക്ക് കയറ്റിയതും. അല്ലെങ്കിൽ I definitely would love to work with only UAE government because the facilities and the power that you have, അത് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. KSITIL ചെറിയൊരു ബിൽഡിങ്ങിൽ ഒരു ചെറിയ ഓഫീസ് മുറിയിൽ ഇരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. I am having access to all the 5 states. ആ ഒരു നല്ല ജോലി ആരെങ്കിലും കളയോ? ഇത് ഇവർ റിക്വസ്റ്റ് ചെയ്തിട്ടല്ലേ ഞാൻ കയറിയത്. അന്ന് തുടങ്ങിയ നാശമാണ്. I shouldn't have done that. ഇപ്പോൾ റിപ്പൻറ്റ് ചെയ്യുന്നുണ്ട് അതിൽ. പിന്നെ I lost my life, I lost everything because I trusted these people, right? My future, everything is shattered, right? ഇത്രയും ടോർച്ചർ ഞാൻ അനുഭവിച്ചില്ലേ. ഒരു കാര്യമില്ലാതെ 15 മാസം ജയിലിൽ കിടക്കുക, അതിൻ്റെ ടോർച്ചർ. ഇപ്പോൾ കോർണർ ടു കോർണർ എല്ലാ കോർട്ടിലും ഓടി കിടക്കുക, എല്ലാ സ്റ്റേഷനിലും പോവുക, വിളിക്കുമ്പോഴൊക്കെ പോകണം. ആൻഡ് ഒരു വലിയൊരു ഗോൾ സ്മഗ്ലർ ആക്കി മാറ്റിയില്ലേ. അതിനേക്കാളും ഇനി ഒരു സ്ത്രീക്ക് എന്ത് നഷ്ടം ഉണ്ടാവാന്? അല്ല സ്വപ്ന, ഇപ്പോഴും ഈ പിണറായി വിജയനെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, അതായത് ഇപ്പോഴും പിണറായി വിജയനെ പോലുള്ളൊരു നേതാവ് ഇതൊന്നും ചെയ്യേയില്ല, ഇത് സ്വപ്ന പടച്ചുണ്ടാക്കിയ കുറേ കെട്ടുകഥകളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ആ ഒരു സർക്കിളിൽ പോകുന്നത്. പിണറായിക്ക് ഇങ്ങനെയുള്ള ഒരു താല്പര്യമൊന്നുമില്ല, പണത്തോടുള്ള ആർത്തിയൊന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. യു നോ വെരി വെൽ അല്ലേ? ഐ നോ വെരി വെൽ. പണത്തോട് ആർത്തി ഇല്ലാതെ എങ്ങനെ ഇരിക്കും? എങ്കിൽ പിന്നെ ഇതൊന്നും നടക്കില്ലല്ലോ. വൈ വുഡ് ഹി ഡു ഓൾ ദിസ് ഫോർ ചാരിറ്റി? വാട്ട് ഈസ് ഹി ഡൂയിങ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള? വാട്ട് ഹാസ് ഹി ഡൺ? ഹീസ് ജസ്റ്റ് സേയിങ് മറ്റേ ഡെവലപ്മെൻ്റ് ഉണ്ട്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഉള്ളി എക്സ്പെൻസസ്, റൈറ്റ്? Even during Corona time, the sprinkler issue. Sprinkler issue. Shiv Shankar sir was thrown as a scapegoat in that case. So he went to all the media answering. So he used to sit at my house and write notes to educate the lawyer from Delhi, because that was actually selling the database of the people. And I personally know that
Shailaja teacher was really suffering during that time because she was against all this. And she was cornered. Because she was actually a very good lady. Okay. Good health minister. But she was cornered because they have to monetize that also. ഇതും അവരുടെ പദ്ധതിയാണ്. പക്ഷെ അത് പെട്ടെന്ന് പുറത്താവുമെന്ന് പ്രതീക്ഷിച്ചില്ല. They went through a lot of tension. So ഞാൻ അതാ പറഞ്ഞേ, be it K-phone, be it K-rail, be it whatever K project it is all they are getting benefits from different parts of the world, different countries. And that is the way he operates. ഈ ഇദ്ദേഹത്തിൻ്റെ തല തന്നെയാണോ? ഇപ്പോൾ നോക്കൂ, IT-യിലാണെങ്കിൽ ശിവശങ്കറിൻ്റെ തലയാണെന്ന് പറയാം നമുക്ക്. അല്ലാത്ത കാര്യങ്ങളിൽ മറ്റേ ആക്ടിവിറ്റീസ്, പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഹിസ് വൈഫ്, ഹിസ് ഡോട്ടർ, CM രവീന്ദ്രൻ, ദസ് എ സിൻഡിക്കേറ്റ് ലൈക്ക് ശിവശങ്കർ സർ, ഇങ്ങനെയുള്ള ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. ഇവരാണ് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത്. ഐ വുഡൻ സേ ദാറ്റ് ഇറ്റ് ഇസ് മിസ്റ്റർ പിണറായി വിജയൻസ് ഇൻഡിവിജ്വൽ ബ്രെയിൻ അല്ല. അതിന് മാത്രമുള്ള ബുദ്ധിയില്ല. ഈ എഴുതി കൊടുക്കുന്ന നോട്ട് പോലും നേരെ വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് തന്നെ എത്ര പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഹി ഡസൻ ഹാവ് ടോളറൻസ്. He doesn't have tolerance to sit and learn or study. Where does he have the time to sit and study about a project? So people are working for him, and then they will go and brief him. This is how we are going to do it. And he is just a rubber stamp. I would never say that he has got brains. He is only thinking about how he can make his upcoming generation safe. അതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ അതിനു വേണ്ടിയുള്ള എക്സ്പോജറോ വിദ്യാഭ്യാസമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഇങ്ങനെയൊക്കെ പ്രോജക്ട്സിനെ കുറിച്ച് ചിന്തിച്ച് അത് ഡെവലപ്പ് ചെയ്ത് ആ ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വിവരം ഉണ്ടെന്ന് ഐ വുഡൻ സേ. പണം കിട്ടുന്ന പ്രൊജക്റ്റാണ് ഹി ഈസ് ഹാപ്പി. അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലായി. അത് എങ്ങനെയൊക്കെ സാധ്യതകളുണ്ടെന്നുള്ള നോട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കണതിൽ താല്പര്യമില്ല, ഓൺലി ഇന്റർനാഷണൽ. വൈ ഈസ് ഹി ഗോയിങ് ഫോർ ട്രീറ്റ്മെന്റ്സ് ടു US? എന്താണ് US-ലെ ബിസിനസ് ഉണ്ട്? നേരത്തെ UAE-ലായിരുന്നല്ലോ അല്ലെ, മിഡിൽ ഈസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്. അങ്ങനെയല്ല, ഹീസ് ഗോട്ട് ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ്സ് എവറിവെയർ. ഫ്രാൻസ്, ജപ്പാൻ, US, യൂറോപ്പ് ഇങ്ങനെ തുടങ്ങിയ കൺട്രീസാണ് ഇപ്പോൾ മെയിൻ ഇൻവെസ്റ്റ്മെന്റ്സ്. ഈ കൺട്രീസുമായിട്ടുള്ള വലിയ വലിയ MNCസുമായിട്ടുള്ള ടൈപ്സ് ആണ്. ആൻഡ് ദേ ഹാവ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ഈച്ച് പ്ലേസ്. ദേ വിൽ ഹാൻഡിൽ എവറിഥിങ്. ഹി ജസ്റ്റ് ഹാസ് ടു ഗോ വൺസ് ഇൻ എ വൈൽ. ഹി ഡസൻറ്റ് ഹാവ് ടു വർക്ക്. ആൻഡ് ദെൻ ചില പ്രോജക്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പദ്ധതി പോലെ കൊണ്ടുവന്നിട്ട് അത് ഫ്ലോപ്പ് ആക്കി കളയും, അതിൽ കുറേ കോടികൾ ഉണ്ടാക്കും. ഇതാണ് സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡസ് ഓപ്പറാൻഡി. ഏതൊക്കെ സെക്ടറിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? ഓട്ടോമൊബൈൽസ് ഉണ്ട്, ഫിനാൻഷ്യൽ സെക്ടർ ഉണ്ട്, അങ്ങനെ ഇൻഡസ്ട്രി പവർ പണ്ട് പെട്ടത് SNC ലാവലിൻ സിമിലർ നോ ഏതോ കനേഡിയൻ കമ്പനി. That is the same way they do the business like this. For 10 years this is what they were doing. അപ്പോൾ ഒരിക്കലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിലല്ലേ EDയോ ITയോ ആരെങ്കിലും ഒക്കെ പിടിക്കത്തുള്ളൂ. ബട്ട് വെളിയിലുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ പവർ ദെയർ വെൻ യു ബിക്കം എൻ ഇൻവെസ്റ്റർ. നമ്മളെ നാട്ടിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ആ ഒരു പവർ കിട്ടൂല്ലോ, അൺലെസ് ആൻഡ് അൺടിൽ യു ടേൺ ഔട്ട് ടു ബിക്കം അദാനി ഓർ അംബാനി ഓർ വാട്ട് എവർ ലൈക്ക് ദാറ്റ്. ബട്ട് ഇൻ അതർ കൺട്രീസ് യു ഗെറ്റ് ദാറ്റ് പ്രോട്ടോകോൾ, യു ഗെറ്റ് ദാറ്റ് ഇമ്പോർട്ടൻസ് ആസ് എൻ ഇൻവെസ്റ്റർ. അതല്ലേ സേഫ്. Now you see, I'll tell you, in maybe few months down the line, he will say he's sick and he'll go for treatment and he'll never come back. അപ്പോൾ ഇതൊക്കെ ചികിത്സ എന്ന് പറയുന്ന ഒരു മറയാണ്. അസുഖം ഇല്ലായിരുന്നു എന്നല്ല, അസുഖം ഉണ്ടായിരുന്നു, but he's completely recovered. That is what I have discussed with them, because Calicut ഇദ്ദേഹത്തിന് ഇടയ്ക്ക് വന്ന് നോക്കുന്ന ഓൺകോളജിസ്റ്റ് ഉണ്ടായിരുന്നു. He is the one used to come to my house also to visit my father. Okay. So from there all we came to know that he is completely recovered. പിന്നെ വെളിയിലല്ലേ US പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ബ്രെയിൻ മുതൽ എല്ലാം മാറ്റി വയ്ക്കാമല്ലോ. ഗുഡ് ക്വാളിറ്റി
സായിപ്പന്മാരുടെ ഹൃദയവും ലിവറും ഒക്കെ വെച്ചൂടെ? ഇവർക്കൊക്കെ എല്ലാം കാശുണ്ടല്ലോ. ഈ വിദേശത്തുള്ള ബിസിനസ്സൊക്കെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഓരോടത്തും ഓരോ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. എല്ലാം മലയാളീസാണോ? മലയാളീസ് ഉണ്ട്. എനിക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയത്തില്ല. ബട്ട് 1 or 2 people got in touch with me after all these issues to, kind of keep quiet എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതൊന്നും പുറത്ത് പറയരുത്. എസ്പെഷ്യലി UAE. UAE-യിൽ അമ്മായിയപ്പൻ, മകൻ്റെ അമ്മായിയപ്പനും AI ക്യാമറയുടെ അല്ലേ പ്രൊജക്ട്. അപ്പം ബന്ധുക്കൾ. There was one gentleman who actually brought this into Kerala. He also got in touch with me and he told me that I've suffered huge loss because ഇദ്ദേഹം എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഇദ്ദേഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് മകൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഇത് കൊടുത്തത്. ആൻഡ് അതിൻ്റെ എവിഡൻസ് മൊത്തം എൻ്റെ കൈവശമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിരുന്നോ? ഹി സ്പെൻഡ് ക്വൈറ്റ് എ ലോട്ട്. അവസാനം ഒരു ത്രെറ്റനിങ് ലെവലിൽ പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ത്രെറ്റൻ ചെയ്തു എന്ന് പറഞ്ഞു. പുള്ളി ഹെൽപ്ലെസ് ആണോ? He's a businessman abroad. So I don't know if he wants to literally fight or not, but I think there are restrictions. ഈ എല്ലാവർക്കും ധൈര്യം ഇല്ലല്ലോ ഇദ്ദേഹത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ. അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു അപ്രോക്സിമേറ്റ് എത്ര കോടിയുടെ ആസ്തിയാണോ ഇദ്ദേഹത്തിന്? പാവപ്പെട്ടവരുടെ പാർട്ടിയാണല്ലോ CPM, അങ്ങനെയാണല്ലോ ഇവർ പറയുന്നത്. കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് പക്ഷെ ശരിയായിരിക്കും. ബിക്കോസ് എവറി അതർ കമ്മ്യൂണിസ്റ്റ് പേഴ്സൺ ഇസ് നോട്ട് പിണറായി വിജയൻ. If everyone turned out to become Pinarayi Vijayan, I'm sure he wouldn't make so much money because there'll be too much competition. Because I remember once ex-speaker Sri Ramakrishnan was telling me. ഇത് മലയാളത്തിൽ പറയണേ, കാരണം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇംഗ്ലീഷ് വലിയ ഗ്രാഹ്യമില്ല, അപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വേറൊന്നുമല്ല, ഇനി അർത്ഥം മാറി പോണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ സാറ് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കും മുമ്പേ തീരും. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാശുണ്ടാക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. ഹീ ലിറ്ററലി ഓപ്പൺലി ടോൾഡ് മീ. സോ ദിസ് ഇസ് ദ മാനസിക അവസ്ഥ. ഇലക്ഷൻ റിസൾട്ട്സ് വന്നു കഴിയുമ്പോൾ ദേ ഹാവ് ദിസ് കൗണ്ട് ഡൗൺ വിച്ച് ഇസ് ഓൾറെഡി ബിഗൺ. ഒരു ദിവസം കുറഞ്ഞു, 5 വർഷത്തിൽ 2 ദിവസം കുറഞ്ഞു. അപ്പോൾ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ മേ ബി യു ആർ റൈറ്റ് ദാറ്റ് ഓൾ കമ്മ്യൂണിസ്റ്റ് say that they don't have money because the poor is still poor. Because recently I saw in the news that one gentleman who went to attack the ED people, his house is like in a very bad shape and he's a communist. So അത് ശരിയായിരിക്കാം, അവരുടെ ഐഡിയോളജി കറക്റ്റ് ആയിരിക്കാം. ബട്ട് കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോൾ പിന്നെ അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് ചോദിച്ചതിന് മറുപടി കിട്ടില്ല എനിക്ക്. എത്ര കാണും ഒരു ആസ്തി? നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതല്ല. സഹസ്രകോടികളുണ്ടാവോ? സഹസ്രകോടികൾ, തൗസൻഡ്സ് ക്രോസ്, പ്രോബബ്ലി 1,500-1,600 ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ. ബട്ട് ഹി ഹാസ് ജനറേഷൻസ് അപ്കമിങ്. മകളുണ്ട്. മരുമോന് ഡീലിങ്സ് ഒക്കെ ഉണ്ടോ? എനിക്ക് ഇപ്പോഴത്തെ മരുമകനെ കുറിച്ച് അറിയില്ല. ബിക്കോസ് അന്ന് മരുമകൻ ഇല്ലായിരുന്നു, പുതിയതായിട്ട് ലാസ്റ്റ് സ്റ്റേജിലല്ലേ വരുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് ഹിം. അറിഞ്ഞൂടാത്തവരെ കുറിച്ച് വൈ ടോക്ക്. കമല ടീച്ചർ ക്ലിഫ് ഹൗസിൻ്റെ നിയന്ത്രണം മാത്രമായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണവും കമല ടീച്ചർ കൈകാര്യം ചെയ്തിരുന്നു? എൻ്റെ ടീച്ചർ കൂടി കേട്ടോ. കേരളത്തിൻ്റെ ഭരണത്തിനെ കുറിച്ച് എനിക്കറിയില്ല. ബട്ട് ഹൗ ടു മേക്ക് മണി, അത് മാത്രമേ ഉള്ളൂ. ഹൗ ടു മേക്ക് മണി അത് പുള്ളിക്കാരത്തിയുടെ കൺട്രോളിലാണ്. ഞാൻ അതാ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് an individual brain of Mr. Pinarayi Vijayan. It is his wife, his daughter, this one syndicate. Yes. കൂട്ടത്തിലെ ടീച്ചർക്കാണ് കുറച്ചുകൂടി ഭയങ്കര ബുദ്ധിയല്ല, ബുദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ ഹവ് നെവർ സീൻ എനിബഡി ടോക്ക് stupidity,
ലൈക്ക് എന്നെ അന്ന് പറഞ്ഞ ഷാർജ ക്വീനിന് എത്ര സ്വർണം വേണമെങ്കിലും കൊടുക്കാം ബിക്കോസ് വി ഹാവ് ടു ബിൽഡ് എ ബിസിനസ് എംപയർ ഫോർ മൈ ഡോട്ടർ ദർ. അപ്പം അത്രമാത്രം ആണോ പറഞ്ഞത്? He doesn't talk. When wife is talking, the husband doesn't talk. The wife is the one who is talking and deciding. So I said, you cannot give that much of gold to the queen because she's already the queen. അവരൊന്നും അങ്ങനെയൊന്നും വാങ്ങിക്കുന്നവരല്ല. അപ്പം അത്രയും സ്റ്റുപ്പിഡിറ്റിയാണ്. പക്ഷെ എന്താണ് ബുദ്ധി? ബിസിനസ് എംപയർ തുടങ്ങാൻ വേണ്ടി ഒരു രാജ്ഞിയെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കാം എന്നാണ് അതിൻ്റെ ആ അത്രയും crooked mind-ആണ്. So then who's actually greedy to make more money? വീണ തൈക്കണ്ടിയിലെ എക്സാലോജിക്ക് അതും നമ്മുടെ ശിവശങ്കറിൻ്റെ ബ്രെയിൻ ചൈൽഡാണോ? അതെ അതെ. Because why I am saying like that, because he had offered me a job in the Bangalore office, Exalogic-ന്റെ. But I didn't want to relocate because എനിക്ക് മക്കൾ പഠിക്കുന്ന ആ സമയത്ത് ട്രിവാൻഡ്രത്താണ്, മോള് കോളേജ്, മോൻ കൊച്ചുകുട്ടി. അപ്പോൾ ഐ സെഡ് നോ, ഐ വിൽ നോട്ട് ഗോ, ഐ മീൻ ട്രാൻസ്ഫർ മൈ സെൽഫ് ടു ബാംഗ്ലൂർ. അപ്പോൾ പറഞ്ഞു പിള്ളേർ ഇവിടെ തന്നെ പഠിച്ചോട്ടെ, യു ക്യാൻ കം വൺസ് ഇൻ എ വീക്ക്. ഞാൻ പറഞ്ഞു ഐ നോട്ട്. അല്ല, ആക്ച്വലി അത് ഒരു യഥാർത്ഥത്തിലൊരു കമ്പനി തന്നെയാണ്, ഐ ടി കമ്പനി തന്നെയാണോ അതോ വെറും ഒരു കടലാസ് കമ്പനിയായിരുന്നു? ഇവരുടെ ഇപ്പം ഞാൻ PWCയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പേസ് പാർക്ക് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ അതൊരു പേപ്പർ കമ്പനി, പേപ്പർ പ്രോജക്റ്റാണ്. അതിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ PWCയുടെ ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടുള്ള ഒരു പേപ്പർ കമ്പനിയുടെ സ്റ്റാഫാണ്. ദർ ഇസ് നോ ഓഫീസ്. സോ ഞാൻ അവിടെ പോകാതെ എനിക്കറിയില്ല വെദർ ഇറ്റ് വാസ് പേപ്പർ കമ്പനി ഓർ ചുമ്മാ ഒരു മുറിയിൽ ഞാൻ മാത്രം റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്നെ സ്പേസ് പാർക്കിൽ ഇരുത്തിയതുപോലെ ഇരുത്താനായിരുന്നോ പ്ലാൻ എന്നുള്ളത് എനിക്കറിയില്ല. ബാംഗ്ലൂർ എന്താ തിരഞ്ഞെടുത്തത്? ടെക്നോ പാർക്കിലാവാം, ഇൻഫോ പാർക്കിലാവാം. അല്ല, കേരളത്തിൽ പെട്ടെന്ന് അറിയില്ല. കേരളത്തിൽ പെട്ടെന്ന് അറിയില്ലേ, വെളിയിലാവുമ്പോഴത്തേക്കും നോബഡി ബോദേഴ്സ്. അല്ലാതെ ഇഫ് അറ്റ് ഓൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലല്ലേ ഇത് വെളിയിലാവത്തുള്ളൂ. CMRL കോൺട്രവേഴ്സി അറിയാമോ? CMRL ആയിട്ടുള്ള ആ ഒരു ഡീലിങ്ങിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു? കാരണം അതും ഈ എക്സാലോജിക്കിന് ഒരു സർവീസും കൊടുക്കാതെയാണ്. അതെ അതിപ്പം ഈ ന്യൂസിലൊക്കെ കേട്ടറിയാം. 2.78 crore, പക്ഷേ 2.78 crore എന്ന് പറഞ്ഞാൽ അക്കൗണ്ടഡ് മണിയാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ ഡീൽ. ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ ട്രാൻസാക്ഷൻ. It will never come on papers at all. കാരണം ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരു നയമെടുത്തു, ഈ കരിമണൽ ഖനനം സർക്കാർ മേഖലയിൽ മാത്രം മതി, പൊതുമേഖലയിൽ മാത്രം മതി, പ്രൈവറ്റ് മേഖലയിൽ വേണ്ട എന്ന് തീരുമാനം എടുത്തിട്ടും പിന്നെയും ഏകദേശം ഒരു 4 വർഷത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പം അവിടെ വലിയൊരു ഡീല് നടന്നിട്ടുണ്ട്. 100%. പിണറായിയെ പോലെ ഒരാൾ, പണത്തോട് ഇത്രയും ആർത്തിയുള്ള ആൾ, അതിലാണല്ലോ കണ്ണുവെച്ചിട്ടുണ്ടാവുക. This is nothing. This is peanuts for them. Crores എന്ന് പറയുന്നത് it will be like a everyday expenditure-ന് വേണ്ടി തികയുന്ന പൈസ പോലെ ആയിരിക്കും. They are not leading simple lives. അല്ലാതെ 2.78 crore അത് അത്രയും ഒരു മാജിക്കൽ ഫിഗറേ അല്ല. അതുകൊണ്ടാണ് അതിന് അത്രയും അട്രാക്ഷൻ നമുക്ക് ആർക്കും തോന്നാത്തത്. ബിക്കോസ് people like this who's having entire power and the entire kingdom in their hands, they will not go for small peanuts. It's common sense, no? അപ്പോൾ ആ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് എക്സ്റ്റെൻഡിങ് ഫോർ ദ നെക്സ്റ്റ് 4 years എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ ഉണ്ട് വിച്ച് ഇസ് ബീൻ മോണിറ്റൈസ്ഡ്. അതാണ് ഞാൻ ഇൻഡയറക്റ്റായിട്ട് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ എന്തെങ്കിലും ഒന്ന് നന്മ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സ്ട്രാറ്റജി ഉണ്ട്, അതിൻ്റെ പിന്നിൽ ഇവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. അല്ലാതെ യു വോണ്ട് ഡു എനിത്തിങ് ഫ്രീ ഫോർ എനിബഡി. ബട്ട് just like it's said that you commit a murder, you will definitely leave one loophole. അതാണിത്, ആ ലൂപ്പ് ഹോൾ ആണിത്. But if the investigation goes in the right form and in its full form, then I'm sure ഇതുപോലത്തെ പലതും പുറത്തു വരും. അല്ല, ഇപ്പം ED എന്തായാലും റൈറ്റ് ട്രാക്കിലാണ്. ED റെയ്ഡ് ചെയ്തു,
വാടക വീട്ടിലാണെങ്കിൽ പിണറായി ഇരിക്കുമ്പോഴാണ് ഇ ഡി റെയ്ഡ് ചെയ്തത്. Yeah. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തു. അവിടെ തലശ്ശേരിയിലെ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തു. നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അതെല്ലാം സംഭവിച്ചു. അപ്പോൾ ഇ ഡി ഈസ് ഓൺ ദി റൈറ്റ് ട്രാക്ക്, അങ്ങനെ തന്നെ കരുതാല്ലേ? ഇത്രയൊക്കെ നടന്നില്ലേ? Yesterday what they went to the land for 80 cents of land in Pinarayi. So they are actually going really good. And ഇതൊന്നും ഹോൾട്ട് ആവാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, believe me, see, there are many people who are against this gentleman and family. Many who are actually suffering because of their business relations with these people. അങ്ങനത്തെ ആൾക്കാരുണ്ട്. They will come out and leak in private ആയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് they will leak out other tie-ups and negotiations also. If ED ഇങ്ങനെ പെർഫോം ചെയ്യുകയാണെങ്കിൽ, സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ. അല്ല, നിങ്ങളുടെ കേസ് അന്വേഷിച്ച ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണൻ സർവീസിൽ നിന്ന് പുറത്തായി അല്ലേ? രാധാകൃഷ്ണൻ പിണറായി ഭക്തനായിരുന്നല്ലോ. അതെ, എന്തുമാത്രം ടോർച്ചറാണ് എന്നെ ആ കസ്റ്റഡിയിൽ വെച്ചൊക്കെ ചെയ്തത്. ആൻഡ് ദെൻ ഹി വാണ്ടഡ് മീ ടു റിട്രാക്ട് മൈ 164. വി ഹാവ് നോ ക്ലൂ ദാറ്റ് ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു ഒഫീഷ്യൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. നമ്മൾ വിശ്വസിച്ചെല്ലാം പറയില്ലായിരുന്നോ? ബട്ട് ദെൻ താങ്ക് ഗോഡ്, മേളിൽ ദൈവമുണ്ട്. അല്ലാതെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരാളിനെ ടെർമിനേറ്റ് ചെയ്യുക? ദാറ്റ് ടു ഫ്രം ദ പ്രസിഡന്റ്, യു ആർ ഗെറ്റിംഗ് ദ ഓർഡർ. ഈ 164 സ്റ്റേറ്റ്മെന്റിൽ മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴിയിൽ പിണറായിയുടെയും പിണറായിയുടെ ഭാര്യയുടെയും മകളുടെയും ഒക്കെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നിട്ടും നോക്കൂ, എന്തുകൊണ്ടാണ് കസ്റ്റംസോ അല്ലെങ്കിൽ ഇ ഡിയോ NIA ഒന്നും ഇവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? NIA ഇവരായിട്ട് കൊണ്ടുവന്ന് NIA, അതിൽ ശിവശങ്കർ സാർ പോലും പ്രതിയല്ലല്ലോ. എന്നിൽ അവസാനിക്കുകയല്ലേ? വി ബിക്കെയിം എ ഫ്യൂ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ കൺട്രി എന്നുള്ള, അതല്ലാതെ ശിവശങ്കർ സർ വാസ് നെവർ പാർട്ട് ഓഫ് ദാറ്റ്. ബാക്കി എല്ലാ കേസിലും അദ്ദേഹം പ്രതി അക്യൂസ്ഡ് ആണല്ലോ. NIAയിൽ അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അയാൾക്കല്ലേ? എനിക്കിതിൽ സംശയം വരാൻ തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ, NIAയിൽ ക്രോസ് ക്വസ്റ്റനിങ് എന്ന് പറഞ്ഞ് ശിവശങ്കർ സാറിനെ വിളിച്ചു വരുത്തിയപ്പോൾ ഹീ സിറ്റിംഗ് വിത്ത് എ മൊബൈൽ ആൻഡ് ദെൻ ഹീസ് കമ്മിങ് ആൻഡ് ഇവർ ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്. He is coming and giving me assurance and promises that my son will be okay, my daughter will be okay. കുറച്ച് നാൾ ജയിലിൽ കിടന്നാൽ മതി, ടെൻഷൻ അടിക്കേണ്ട, വെറുതെ കരഞ്ഞു വിളിച്ച് വെറുതെ അസുഖങ്ങൾ വരുത്തണ്ട, പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഐ വാസ് വണ്ടറിങ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അതെ പറയുന്നത്. അതെ, അപ്പോൾ ക്രോസ് ക്വസ്റ്റനിങ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രതികളെ ഇരുത്തി നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ രീതിയല്ല. പുള്ളിക്കാരും ഫോണും ഒക്കെ ആയിട്ട് വരുന്നു. ആൻഡ് ദാറ്റ് ടു NIA. അപ്പം അവരുടെ ഇൻഫ്ലുവൻസ് ചിന്തിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ് ആരടുത്ത് ചോദിച്ചാലും പറയും UAPA വകുപ്പേ വരില്ല. ഇത് ജാമ്യം കിട്ടാതെ ജയിലിലിട്ടേക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ. ആൻഡ് ദർ വാസ് എ ക്ലിയർ മെസ്സേജ് in his WhatsApp chat saying that now she is behind the bars, booked under UAPA. Now she will not open her mouth. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ, ശിവശങ്കറിൻ്റെ ഡയറക്ഷൻ, അങ്ങനെയാണ് UAPA ചുമത്തിയത്. NIA ഈ കസ്റ്റംസിൻ്റെ അടുത്തും ED അടുത്തൊക്കെ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ്, പിണറായിയുടെ അടക്കം ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെന്താ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അല്ല, ഞാൻ ആ കസ്റ്റംസിൽ ഇരുന്നപ്പോഴാണ് ആദ്യത്തെ 164 കൊടുത്തത്. അപ്പോൾ അവർ 164 കൊടുക്കാൻ തന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ED-യിൽ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഞാൻ ED കേസിൽ 164 കൊടുക്കുന്നത്. നത്തിങ് മച്ച്. നമ്മുടെ അടുത്ത് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല. അല്ലേ, കസ്റ്റംസിലും ഇവരുടെ ആൾക്കാർ തന്നെയായിരുന്നില്ലേ അല്ലേ? പത്മരാജൻ അടക്കം. അയ്യോ, തുടക്കത്തിൽ യെസ്. താങ്കളുടെ ഫോട്ടോ കാണിച്ചിട്ട് സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധി കേന്ദ്രം പറയാൻ വേണ്ടി അല്ല, എന്റെ പേര് പറയാൻ നിർബന്ധിച്ചു. എന്നിട്ട് താങ്കളുടെ ഫോട്ടോ കാണിച്ചെന്നെ അതിൽ അക്നോളജ് ചെയ്യിപ്പിച്ചു. അതൊക്കെ ചെയ്തല്ലോ. അവര് അന്ന് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്, പുള്ളിക്കാരനാണ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്, ഞാനല്ല.
എനിക്കിങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. ഈ അതാണ് ലീക്ക് ചെയ്തത്, അയാൾ തന്നെ ലീക്ക് ചെയ്തു. ഐ ഡോണ്ട് നോ. അതെ, അതാണ് കോൺട്രവേഴ്സി ആയത്. യു വെർ ഇൻ ജയിൽ, ബട്ട് ഐ സഫേർഡ് എ ലോട്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ അതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. See, that's what I said, no? These people, these officials can actually, you know, help you survive അല്ലെങ്കിൽ ruin you. അത് അവരുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ തീർന്നു. നമുക്കൊന്നും നമ്മൾ എന്താ അവർ നമ്മുടെ അടുത്ത് ഇത് ചെയ്യുക അത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് വാസ് എ ബിഗിനിങ്, നോ? സോ ഐ കുഡ് നോട്ട് ഫൈറ്റ്. ഞാനേ ഷോക്കിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് മാസങ്ങളെടുത്തു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അതുപോലെ എഴുതി കൊടുത്തു. അപ്പോഴും ഞാൻ ചോദിച്ചു, ഹീസ് ജസ്റ്റ് എ ജേർണലിസ്റ്റ് ഫ്രണ്ട് ഓഫ് മൈൻ, അല്ലാതെ ഹി ഡസൻ ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദ കോൺസുലേറ്റ് ഓർ വിത്ത് ഓൾ ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. ഇൻഫാക്ട് എനിക്കേ ഇല്ല. അപ്പോഴാണ് താങ്കളെ പേര് അക്നോളജ് ചെയ്ത്. ഇപ്പോഴും ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ന് നമ്മുടെ കോവിഡ് സമയത്ത് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ കടത്തിവിട്ടത് ഞാനാണെന്ന്. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഞാൻ ഇത്രയും പവർഫുൾ ആണോ എന്ന്. പിണറായി ഭരിക്കുന്ന സമയത്ത് അത് സ്വപ്ന തന്നെ പറഞ്ഞിരുന്നു, ശിവശങ്കറിന്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. അന്ന് അതിലും എന്തുവാന്നറിയോ, പാസ് എടുക്കണമല്ലോ, ബോർഡറിൻ്റെ അവിടെ വെച്ച് പാസ് എടുത്തപ്പോൾ ജയശങ്കർ, സന്ദീപ്, my 2 kids and myself, we are 5 in the car. Sandeep took only a pass for 4 people. Nowhere there is proof that I am traveling. ഉണ്ടായിരുന്നില്ല. ഇല്ല. ചെക്കിങ് നടന്നിരുന്നു, അതോ നിങ്ങളെ ഫ്രീ ആയിട്ട് വിടുമായിരുന്നു? ഫ്രീ ആയിരുന്നു, ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഡയറക്ഷൻ വന്നു. അതെ, ഒരു ശല്യമില്ല. ബോർഡറിൽ എത്തിയപ്പം പാസ് എടുക്കണമായിരുന്നു. അതിൽ പിന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ പേരില്ല. So there is no proof that I traveled all the way to Bangalore. So ഇവർ ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈം എന്നെ ഫിനിഷ് ചെയ്യുകയാണെങ്കിലും there is no proof. I have not crossed Kerala. Absconding. അപ്പോൾ എത്രത്തോളം ക്രിമിനൽ മൈൻഡിലായിരുന്നു ആ ഒരു എൻറ്റയർ പ്ലാൻ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഇവർ തയ്യാറാക്കിയതെന്നുള്ളത് ചിന്തിച്ചാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല, പേടിയാവും. അല്ല, ഈ ശിവശങ്കർ ഒക്കെ ഇങ്ങനെ ഫൈനലി ബിഹേവ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിരുന്നു? ഒരു പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും ഇങ്ങനെ കൈവടിയെന്ന് വിചാരിച്ചിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ലല്ലോ. ആൻഡ് സി, ആ ഒരു ക്രൂവൽ പേഴ്സണാലിറ്റി ഞാൻ ശരിക്കും ഫേസ് ചെയ്യണ എപ്പോഴാണെന്നറിയോ, കസ്റ്റംസിൽ നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ദി ഓഫീസർ ആസ്ക്ഡ് ഹിം, ഡു യു നോ ദിസ് ലേഡി? അപ്പോൾ he said, I don't think I remember her. On my face, I was like, what? You don't know me? I don't want to talk to this lady. So I said, okay, I don't know you from today. പിന്നെ what commitment to each other? എൻ്റെ മുഖത്തൊക്കെ എന്നെ അറിയില്ല അല്ലെങ്കിൽ ഓർമ്മിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്ത് സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആണെന്ന്. അതും വളരെ കോൺഫിഡൻറ്റോടെ. ഞെട്ടിപ്പോവില്ലേ? അന്നാണ് എനിക്ക് 100% ക്ലാരിറ്റി കിട്ടിയത് ഇതെല്ലാം. ബിക്കോസ് ഐ ഫോളോഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. ഞാൻ പഴയ PRO സരിത്തിൻ്റെ വീട്ടിൽ നിന്ന് കസ്റ്റംസ് ഓഫീസിലോട്ട് പോകാനായി ഇറങ്ങിയ ഞാനാണ് ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് കേട്ട് ബാംഗ്ലൂർ വരെ എത്തിയത്. അങ്ങനെ ഒളിച്ചോടാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആവശ്യം എന്തുവാ? ഈ കൊണ്ടുവന്ന സ്വർണം ഈ കസ്റ്റംസ് ഓഫീസേഴ്സ് എനിക്ക് ഫോട്ടോ കാണിച്ചു തരുമ്പോഴാണ് ഞാൻ കാണുന്നത്, ഇതാണോ സാധനം? ഐ ഡോണ്ട് നോ, ഐ ആം നോട്ട് ഇൻവോൾവ്. ആ സമയത്ത് ഞാൻ കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്നില്ല, ഐ ആം വർക്കിംഗ് ഇൻ സ്പേസ് പാർക്ക്. പിന്നെ ഹൗ കെൻ യു ഈവൻ കണക്ട് മീ വിത്ത് ദിസ്? പിന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഈ ന്യൂസിന് ഹൈപ്പ് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് ഹൗ ഓൾ ദിസ് ഹാപ്പൻ ടു മീ. ആരായിരിക്കാം ആ ഒരു ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തത്? ഇതെല്ലാം ഇവരൊക്കെ തന്നെ ആയിരിക്കാം. ആണല്ലേ? അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് സോ. അല്ല, കസ്റ്റംസ് അങ്ങനെ ഒരു അഡമന്റ് സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എന്താ? ഐ സ്റ്റിൽ റിയലി ഡോണ്ട് നോ. ബിക്കോസ് ഡിപ്ലോമാറ്റിക് ബാഗേജ് തുറക്കാൻ പാടില്ല എന്നുള്ളൊരു റൂളുണ്ട്. അതെ. പക്ഷേ ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ഐ ഹാവ് നോ ക്ലൂ. അത് നമുക്കറിയാനും പറ്റത്തില്ല. ഇതിനൊക്കെ മേലെ ഒരു ബുദ്ധി കേന്ദ്രം, തല
വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇത്രയും ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് ഈ ഒരു ചെറിയ കാര്യം അത് അത്ര വിക്കഡ് അല്ലല്ലോ. ആരെ ഇനിയിപ്പം കുറേയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് തുടച്ചു നീക്കണമെന്ന് തോന്നിക്കാണുമായിരിക്കും. ഐ ഡോണ്ട് നോ. ഇവരെയൊന്നും വാട്ട് ടു സേ, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും ഇഫ് ഐ സീ ദിയർ ഷാഡോ ഐ വിൽ നോട്ട് ട്രസ്റ്റ് ദം ഓർ ഹാവ് any kind of conversation or communication with these kind of people because അത്രമാത്രം I lost. ഈ ശിവശങ്കർ എന്തിനാ ഇപ്പോഴും ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ശിവശങ്കർ BRS എടുത്ത് ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിലും he is attending conferences, he is involved with startup ഇപ്പോഴും കണക്ഷൻ ഉണ്ട് പിണറായി ആയിട്ട്. പിന്നെ and he is simply sitting quiet, low profile. ഈ ഓരോ പ്രോജക്റ്റും IT എസ്പെഷ്യലി ഓരോ പ്രോജക്റ്റും വെളിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം he knows. So after few months when Pinarayi maybe leaves for US, he will also go because brain retirement illalo. He is the master brain for all the IT projects, be it e-vehicles ആയാലും ഇതെല്ലാം ഇദ്ദേഹം കൊണ്ടുവരുന്നതാണ്. ജപ്പാനിൽ പോവുക, അവിടെ പദ്ധതി ഉണ്ടാക്കി കൊണ്ടുവരിക, ഫ്രാൻസിൽ പോവുക. ഈ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൽ ഫോറിൻ കമ്പനീസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യണത് ഹൂ ഈസ് ആക്ച്വലി ബ്രിങ്ങിങ് ഓൾ ദിസ്? അതിൻ്റെ ബെനിഫിറ്റ് ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? When we used to go out and all that, he used to handle only physical cash. Yeah. And ലൈഫ് മിഷൻ്റെ 1 crore എൻ്റെ ലോക്കറിലിരുന്നതും ഫിസിക്കൽ ക്യാഷ് വിച്ച് വാസ് ഓപ്പറേറ്റഡ് ബൈ മൈ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ മൈ ബാങ്ക് ലോക്കർ ആളിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റല്ലേ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറച്ച് ദിവസത്തിൻ്റെ ഒരു ഇതിലാണ്, അല്ലെങ്കിൽ ആ കാശ് ഇവരാരും മറ്റേ ATM അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ കളിയൊന്നും ഇല്ലല്ലോ. ഇറ്റ്സ് ഓൾ ഫിസിക്കൽ ക്യാഷ്. സ്വപ്ന, ഈ ബിരിയാണി ചെമ്പ് അത് എല്ലാവരും അതിലൊരു പരിഹാസമാണ് കാണുന്നത്. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? അതിലൊരു ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായില്ല. എക്സാക്ട്ലി എന്താ നടന്നത്? അങ്ങനെ ഒരു ചെമ്പ് ഉണ്ടോ? ആ ചെമ്പിൽ എന്താ കൊണ്ടുപോയിരുന്നത്? കോൺസുൽ ജനറലിൻ്റെ വീട്ടിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കല്ലേ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നത്? 2 പ്രാവശ്യം. ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് മന്തിയൊക്കെ വെക്കുന്ന ടൈപ്പ് വലിയൊരു വെസലാണ്. അതിൻ്റെ ബേസിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ദാറ്റ് സ്റ്റാൻഡ് ഇസ് സീൽഡ് ആൻഡ് ദിസ് ഒരു വെസൽ, വാട്ട് എവർ വെസൽ, ഇപ്പം നമ്മൾ ചോറ് വെക്കുന്ന പാത്രം എന്ന് വെച്ചു, അതിൻ്റെ അകത്ത് കൊള്ളുന്ന ചോറിൻ്റെ വെയിറ്റല്ലേ ഉണ്ടാവത്തുള്ളൂ. ഇറ്റ് കനോട്ട്. ഇപ്പം അങ്ങനത്തെ പാത്രം ഇഫ് 3 men has to carry and keep it in the car and take it without any security check or anything and go directly deliver it inside the cliff house, what is it? ഇപ്പൊ ഇത് പാക്ക് ചെയ്യുന്ന ആരാ? കോൺസുൽ ജനറൽ ഹിംസെൽഫ്. nobody. അവിടെ ബിരിയാണി ആണെങ്കിൽ കുക്കല്ലേ ചെയ്യുള്ളൂ. കുക്കല്ലേ ചെയ്യുള്ളൂ. ഇത് സംശയം വരാത്ത രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ 2 പാത്രം വരും. ഒരു പാത്രം ഇതേപോലെ ഒരു ഡ്രൈവർ എടുത്ത് വണ്ടിക്കകത്ത് വയ്ക്കും. അത് ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ ദ കുക്ക്. ആ വണ്ടി പോകുന്നത് കോൺസുലേറ്റിലോട്ട്. അതേ സമയത്ത് അടുത്ത വണ്ടി ക്ലിഫ് ഹൗസിലോട്ടും പോകും. So once it starts from the Consul General's house, I'll call Shivashankar and I'll say that the vehicle has started from here. So total ഒരു 7 minutes to 10 minutesൻ്റെ അകത്ത് ഡ്രൈവർ PRO വേറെ 3-4 പേര് പിടിച്ച് ഈ പാത്രം കൊണ്ട് അകത്ത് കൊടുക്കുന്നു, തിരിച്ചിറങ്ങി പോകുന്നു. അവിടെ എൻട്രി ഇല്ല, ഒന്നുമില്ല, ഒരു അവിടെ ഒന്നുമില്ല. ശിവശങ്കർ സാർ വിളിച്ച് പറയുന്നു, വണ്ടി പോകുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ആനയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പക്ഷെ വെയിറ്റ് ഉണ്ടായി. ഭയങ്കര വെയിറ്റാണ്. ഞാൻ അതേ പറഞ്ഞോളൂ, അൺയൂഷ്വൽ വെയിറ്റ്. വീണ്ടും പറയണം, ഒരു പാത്രം ഒരാളാണ് എടുക്കുന്നത്. ഇത് 3 പേര് പിടിച്ചോണ്ട് പോവുക എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കൂ. അത് അവിടെ എത്തുന്നവരെ ഇദ്ദേഹത്തിന് ടെൻഷനായിരുന്നു. ഭയങ്കര ടെൻഷനാണ്. CGക്ക് കോൺസുൽ ജനറൽ ഭയങ്കര ടെൻഷനാണ്. എന്തായാലും ഇപ്പം ക്ലിഫ് ഹൗസിൽ ബിരിയാണി വേണമെങ്കിൽ ഇപ്പം തലശ്ശേരി ഈ ദം ബിരിയാണി ഏറ്റവും ഫേമസ് അല്ലേ? ഇവിടെ തലശ്ശേരി ദം ബിരിയാണി കിട്ടും ട്രിവാൻഡ്രത്ത്. എവിടെ വിളിച്ചു കഴിഞ്ഞാലും കിട്ടും അല്ലേ?
അതിനപ്പുറത്തേക്കൊരു ബിരിയാണി ഇനിയിപ്പോൾ കോൺസുൽ ജനറലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബട്ട് ഇറ്റ്സ് വെരി ഒബ്വിയസ്. It is very obvious, and Pinarayi Vijayan likes what? Fish curry and rice, no? Kingfish curry and rice. Because നമ്മൾ ഓരോ ഫംഗ്ഷൻ വയ്ക്കുമ്പോഴത്തേക്കും they say if it is lunch then ഉറപ്പായിട്ടും കിങ്ഫിഷ് കറിയും റൈസും ഉണ്ടാവണം. ബിക്കോസ് CM ലൈക്സ് only that. ലീലയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകം നമ്മൾ പറയും ഇങ്ങനെ തന്നെ വേണമെന്ന്. അപ്പോൾ പിന്നെ ഈ വലിയ പാത്രത്തിലുള്ള ഇനിയിപ്പോൾ ആനയുടെ മന്തി എന്ന് വെച്ചോളൂ, അത് പിന്നെ അവിടെ വേറെ ആരും കാണാറില്ലല്ലോ. ആർക്കെങ്കിലും ബാക്കി വരുന്ന ഭക്ഷണമെങ്കിലും കിട്ടില്ലേ, അല്ലെങ്കിൽ ആ പാത്രമെങ്കിലും പിന്നെ കാണില്ലേ. സിജിയോട് ചോദിച്ചിരുന്നോ എപ്പോഴെങ്കിലും എന്തോ ഈ കൊണ്ടുപോകുന്നത്? ബിക്കോസ് വി നോ. എനിക്ക് അവിടെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, എനിക്കെല്ലാം അറിയാമല്ലോ. ഐ ആം ദ സെക്രട്ടറി മീൻസ് ഐ ആം ഹിസ് ബാക്ക് ബോൺ. So I cannot behave inquisitive, but I know what is happening. Why is he taking so much of interest? ഗോൾഡ് തന്നെയാണോ അത്? അൺയൂഷ്വൽ വെയിറ്റ് ആണ്, മെറ്റൽ തന്നെയാണ്, പക്ഷെ അത് എന്ത് മെറ്റലാണെന്ന് ഐ ഹാവ് നോ ക്ലൂ. ഈ ക്ലിഫ് ഹൗസിനകത്തുള്ള ചർച്ചകളുണ്ടല്ലോ, അതെല്ലാവരും ഒരുമിച്ചിരുന്നാണോ ഡിസ്കസ് ചെയ്യുന്നത്? അതായത് പിണറായി, വൈഫ്, മകള്, രവീന്ദ്രൻ? അതെ, എല്ലാവരും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്വപ്ന പ്രസന്റ് ആയിരുന്നു അല്ലേ? പിന്നെ ശിവശങ്കറും ഉണ്ട്. അത് when I go over there I will be told not to tell anybody. അത് ചിലപ്പം മിക്കവാറും ശിവശങ്കറിൻ്റെ വെഹിക്കിളാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ പിക്ക് ചെയ്തിട്ട് ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോകും. അന്ന് ക്ലിഫ് ഹൗസിൽ ജോലിക്ക് ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാലോ അല്ലേ? എല്ലാവർക്കും അറിയാം. ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ പ്രോട്ടോകോൾ അറിയില്ലായിരുന്നു. That I am not supposed to talk to the CM directly, because എനിക്ക് ആ ഫ്രീഡം അല്ലേ ഉള്ളത്. Otherwise I will not act stupid, right? പിണറായി ഈ പണത്തെക്കുറിച്ചല്ലാതെ പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുന്നതിനപ്പുറം തമാശയൊക്കെ പറയാറുണ്ടോ? തമാശ പറയും. ഈ പറയുന്ന ക്യാരക്ടർ when he comes to the media, he is not like that. He jokes. Yeah, because he has told, എൻ്റെ അടുത്ത് പറഞ്ഞു കാണാനൊക്കെ നല്ലതാട്ടോ, പക്ഷെ ഇച്ചിരി വണ്ണം കൂടുതലാണ്. അങ്ങനെയൊക്കെ തമാശ അടിക്കുമല്ലോ. ഒരിക്കലും ഐ കനോട്ട് സീ ഹിം ലൈക്ക് ദിസ്. സോ ഭയങ്കര വില്ലനായിട്ടൊന്നും എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല. വി സിറ്റ് ആൻഡ് ജോക്ക് അബൌട്ട് ഗ്രീൻ ടീ, അങ്ങനെ ഈസ് എ നോർമൽ മാൻ. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തോണ്ടാണോ ഇങ്ങനെ പെരുമാറണമെന്ന്? ക്ലിഫ് ഹൗസിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ചിരിയും ഭയങ്കര ജോവിയൽ ക്യാരക്ടറാണ്. പിന്നെ കൂടുതൽ മീഡിയയുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പലതും ചോദിക്കുമെന്നുള്ള ഭയം കൊണ്ട് ആ ഒരു മാസ്ക് ധരിക്കുന്നതാണോ എന്നറിയില്ല. ബട്ട് the character that I have mingled with is a very jovial character, very friendly person. എന്തായാലും ഈ CMRL കേസിൽ എന്താ അന്വേഷണം പിണറായിലേക്ക് തന്നെ പോകുന്നില്ലേ? അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ടു ഹിം. ഇത് മാത്രമല്ല, ഈ അച്ഛനും മകളും ഭാര്യയും മാത്രമല്ലല്ലോ ഇത് ഒരു പദ്ധതി പ്രോജക്റ്റ് ആക്കുന്നത്. ഇതിന് പോയിൻറ്റ്സ്, ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ കൈപ്പറ്റണം, എവിടെ വാങ്ങിക്കണം, എവിടെ കൊടുക്കണം, ഇതൊന്നും ഇവർ മൂന്നുപേരും മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. ഇതിന് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ. സോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അഡ്മിൻ ഉണ്ടാവുമല്ലോ. ബീറ്റ് സംബഡി ലൈക്ക് രവീന്ദ്രൻ ഓർ ശിവശങ്കർ സർ ഓർ സംബഡി ലൈക്ക് ദാറ്റ്. അവരെല്ലാവരും ചോദ്യം ചെയ്താൽ ശിവശങ്കർ സാറിനെ ചോദ്യം ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ആ സമയത്ത് ഉണ്ടായിരുന്നവർ, സ്ഥിരം ക്ലിഫ് ഹൗസിൽ പോയി നോട്ട്സ് കൊടുക്കുന്നവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇതൊരിക്കലും സെക്രട്ടേറിയറ്റിൽ CMൻ്റെ ഓഫീസിലിരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഡീല് ഒരിക്കലും അവിടെ ഇരുന്നല്ല ഡിസ്കസ് ചെയ്യണം. ഇറ്റ് വിൽ ബി ക്ലോസ് ഡോർസ് ഇൻസൈഡ് ദ ക്ലിഫ് ഹൗസ്. അത് കഴിഞ്ഞിട്ടല്ലേ പിറ്റേന്ന് രാവിലെ അത് പദ്ധതിയാക്കി പോയിന്റ്സ് ജോട്ട് ഡൗൺ ചെയ്ത് പ്രോജക്റ്റ് ആക്കി പിന്നെയല്ലേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എക്സിക്യൂഷനും ഒക്കെ നടക്കുന്നത്. അപ്പം വീണയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഇത് അച്ഛനിലും വരണം, അമ്മയിലും വരണം. അവിടെ അന്ന് ജോലി ചെയ്ത് ഇതിനൊക്കെ ഓർഡർ ഇട്ടവരുണ്ടാവുമല്ലോ ലീഗൽ, ആ ഓഫീഷ്യൽസിനെയും ചോദ്യം ചെയ്ത് തന്നെ ആവണം. എങ്കിലേ ഇതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ. അല്ല, ഈ CMRL മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതുവരെ പുറത്തു വരാത്ത പലതും ഇത് പിടിക്കപ്പെട്ട
ഇതിനേക്കാളും വലിയ വലിയ സംഭവങ്ങൾ പുറത്തു വരും വിത്ത് എവിഡൻസ്. ആരെവിടെ നിന്ന് ചോർത്തുന്നു എന്ന് നമ്മൾ പോലും അറിയില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതിലൊന്നും ഒതുങ്ങില്ല. അവർക്ക് ആക്ച്വലി കയറാനോ ഇറങ്ങാനോ സമയം ഉണ്ടാവുള്ളൂ ജയിലിൽ. അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കേസ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത്, ട്രയൽ നടക്കുന്ന സമയത്ത് 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? അപ്പം അതിൽ നിങ്ങൾ പിണറായി വിജയൻ്റെയും ഭാര്യയുടെയും മകളുടെയും ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ചോദിക്കില്ലേ എന്തുകൊണ്ട് ദേ വർ നോട്ട് ആസ്ക്ഡ് ഫോർ ഇൻറ്ററോഗേഷൻ, ദേ വർ നോട്ട് കോൾഡ് ഫോർ ഇൻറ്ററോഗേഷൻ അല്ലേ? 100%. നോബഡി വാസ് കോൾഡ് ഫോർ ദാറ്റ് മാറ്റർ. നമ്മൾ കുറച്ച് സ്കേപ്പ് ഗോഡ്സ് പെട്ടു എന്നുള്ളതല്ലാതെ, എല്ലാം എന്നിൽ അവസാനിച്ചു എന്നുള്ളതല്ലാതെ, ടു സം എക്സ്റ്റെൻറ്റ് ശിവശങ്കർ സാറിന് അതല്ലാതെ നത്തിങ് കെയിം ടു ലൈറ്റ്. ആരും ചോദ്യം ചെയ്തില്ലല്ലോ, ഒരു നോട്ടീസ് പോലും അയച്ചില്ലല്ലോ. CM രവീന്ദ്രനെ ചോദ്യം ചെയ്തു. സംഹൗ ഹി എസ്കേപ്പ് ബിക്കോസ് അന്ന് ED ഉദ്യോഗസ്ഥൻ ഇവരുടെ ആളല്ലായിരുന്നു. അതെ, അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് അപ്പോൾ രവീന്ദ്രൻ ഓൾസോ എസ്കേപ്ഡ്. ഈ ഡിപ്ലോമാറ്റിക് ഗോൾഡ് സ്മഗ്ലിങ്ങിൽ അത് യഥാർത്ഥ കേസ് അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ പിണറായി വിൽ ബി ദി ഫസ്റ്റ്. If it goes in its true sense, the investigation, then obviously all these have to be accused, minimum. പിന്നെ ട്രയൽ വരുമ്പോഴല്ലേ കൺവിക്റ്റ് ആവോ ഇല്ലേ എന്നുള്ള കാര്യം. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ തലയും വാലും അറിയണമെങ്കിൽ ഇവരെല്ലാവരും ഇൻട്രഗേഷന് ഹാജരാവണം, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം. അത് സംഭവിക്കാത്തിടത്തോളം കാലം ഒന്നും ഒരിടം എത്തൂല. ഞാനിത് ഈ നമ്മളുടെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, ഈ അന്ന് പിടിക്കപ്പെട്ട മാത്രമല്ല, ബാക്കി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നടന്ന എല്ലാ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചും പിണറായിക്ക് അറിയാം, പൂർണ്ണ ബോധ്യമുണ്ട്. ബിക്കോസ് ഈ ശിവശങ്കർ, മൈസെൽഫ്, Pinarayi Vijayan, Consul General, we have a very transparent communication. We don't hide anything because this is business deals, right? So we cannot hide anything. And it is two-way traffic. So you cannot keep somebody away from the loop. All of them should be in the same page. So അതുകൊണ്ട് അതൊരു സ്റ്റുപ്പിഡ് തിങ്കിങ് അല്ലേ പുള്ളിക്കാരനൊന്നും അറിയില്ല എന്ന് പറയുന്നത്. How can CM's office involve and call up the customs to release the diplomatic baggage? തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അറിയാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. Had it not been opened and if it was released that day, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസേ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പോൾ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇരിക്കുമോ? ഇത് വെളിയിലാവാതിരിക്കാനല്ലേ അവർ ഇൻവോൾവ് ആയത്, അല്ലാതെ അതിൻ്റെ അകത്ത് ഷൂസും ഡേറ്റ്സും ആണെന്നല്ലല്ലോ പറഞ്ഞത്. എവറിത്തിങ് ഇസ് ആക്ച്വലി ക്ലിയർ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെപ്ഷൻ ഓഫ് ദ പീപ്പിൾ. ആൾക്കാർക്ക് ഏതാണ് എടുക്കാൻ ഇഷ്ടം ആ രീതിയിൽ എടുക്കുന്നു, ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നു, അല്ലാതെ ഐ ഡോണ്ട് നോ. എന്തായാലും സത്യം പുറത്തു വരും. അതെ, ഒരു ദിവസം സത്യം പുറത്തു വരും. ഇതുപോലെ എല്ലാവരും കയറി ഇറങ്ങുകയും ചെയ്യും, ലൈക്ക് ഹൗ നൗ വീണ വിജയൻ ഇസ് ഫേസിങ്. Okay, Swapna, thank you very much.